ഗൈസ്, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പേപ്പർ അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സോഷ്യൽ എടുത്ത് കഴിഞ്ഞാൽ സോഷ്യൽ എന്ന് പറയുന്നത് ഫിസിക്സ് പോലെ തന്നെ ഫിസിക്സിൻ്റെ 3 സിലബസ് കുഴപ്പമില്ലാത്ത ഒരു എക്സാം ആയിരുന്നു. അത്ര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ഈസി ആയിട്ടുള്ള പേപ്പർ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സിമ്പിൾ പേപ്പറാണ്. മാപ്പ് മാർക്കിംഗ് ആണെങ്കിൽ കൂടി സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ അത്ര കോർമെൻ്റൽ കോസ്റ്റ് പോലെ നമ്മൾ സ്മൈലിനൊക്കെ വന്ന പോലെ ഒന്നും ചോദിക്കാം. അതുകൊണ്ട് സിമ്പിൾ ആയിരുന്നു. പിന്നെ എസ്എ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുഴപ്പമില്ലാണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന പോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 2 ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സിമ്പിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ നമുക്ക് പറയാം അടിപൊളിയായിരുന്നു. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ബയോളജി നോക്കാം. ബയോളജി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അടിപൊളി എക്സാം ആയിരുന്നു. പക്ഷേങ്കിൽ ടൈം കിട്ടാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതായത് പഠിക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ട്. കാരണം സോഷ്യലും തിയറിയാണ്, ബയോളജിയും തിയറിയാണ്. അപ്പോൾ നമ്മൾ 2 തിയറി പഠിക്കാനുള്ള നേരം നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഡ്രോബാക്ക് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുക. അത് ഒരു കാരണമല്ല, ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ പറയേണ്ടതല്ല. പക്ഷേ പറ്റിപ്പോയി ഇനി നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ബയോളജി അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചെറുങ്ങനെ ഒരു ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. ടഫ് അല്ല, പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ എഴുതാൻ പറ്റാഞ്ഞത് എന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നല്ല രീതിയിൽ പഠിച്ചവർക്ക്, അതായത് 2-3 പ്രാവശ്യം പഠിച്ച് റിവൈസ് ഒക്കെ ചെയ്തവരാണെങ്കിൽ എന്തായാലും ഇത് സിമ്പിൾ പേപ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം ഉണ്ടായത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത നെക്സ്റ്റ് നാളെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം കഴിയാണ്. അതിനുശേഷം പിന്നെ സ്റ്റഡി പ്ലാൻ എല്ലാം ലോഞ്ച് ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.